വളരെ എളുപ്പത്തിലൊരു ഗ്രീൻ പീസ് കറി ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണിത്. ഇപ്പം ഞാൻ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് കുതിർത്താണ് എടുത്തിട്ടുള്ളത്. കുതിർത്തെടുത്ത ഗ്രീൻ പീസാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുതിർത്ത ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2.5 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്. അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ 2 കപ്പ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഗ്രീൻ പീസ് വേവിക്കാൻ പോകുന്നത്. ഇപ്പം ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി ഈ ഗ്രീൻ പീസ് വേവിക്കാൻ വയ്ക്കാം. ഇത് ഒരു വിസിൽ വരുമ്പോൾ ഗ്രീൻ പീസ് വേകും. ഒരു വിസിൽ വേവിച്ചാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട ഗ്രീൻ പീസ്. അതുകൊണ്ട് ഒരു വിസിലിട്ട് നമുക്ക് ഈ ഗ്രീൻ പീസ് ഇനി ഒന്ന് വേവിക്കാം. ഇപ്പം ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടാകണം. ഇപ്പം വെളിച്ചെണ്ണയിലാണ് ഇത് കറി ചെയ്യുന്നതിന് കുറച്ച് ടേസ്റ്റ്. ഏതെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇത്രയും ചേർത്ത് കൊടുക്കുവാണ്. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതാണിത്, അത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചെറുതായി കൊത്തി എരിഞ്ഞതാണ്. സവാളയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആവണം, അപ്പോഴാണ് ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് ഉപ്പിട്ടാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ട് അവസാനം നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ ഇറച്ചി മസാല ചേർക്കുവാണ്. ഇപ്പോൾ ഇറച്ചി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി, പക്ഷേ ഇറച്ചി മസാലയ്ക്കാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ആ പൊടികളൊക്കെ ഇനി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടികൾ ആ ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. അപ്പം ഞാൻ ആ ഗ്രീൻ പീസിൻ്റെ ആ വേവിച്ച വെള്ളം കുറച്ച് ചേർത്തു ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഗ്രീൻ പീസ് അതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലയായിട്ട് ഈ ഗ്രീൻ പീസ് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറവാണ്. ഇപ്പോൾ അതായത് ഇത് കുറച്ച് ഒരു അര പരുവത്തിന് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനെ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാടിട്ട് തിളപ്പിക്കണ്ട. ഇപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അത് ചൂടാറുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗട്ടിയായിക്കോളും. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും പിന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.